വീണ്ടും വാർത്തയിലേക്ക് വരുമ്പോൾ പന്നിയങ്കര ടോൾ പ്രദേശവാസികൾക്ക് സൗജന്യ യാത്ര തുടരും. പ്രശ്നപരിഹാരത്തിനായി കമ്മിറ്റി രൂപീകരിച്ചു. വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കുന്നത് സംബന്ധിച്ച തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. നിലവിൽ 6 പഞ്ചായത്തുകളിലുള്ളവർക്ക് നൽകിവരുന്ന സൗജന്യയാത്ര തുടരും. പ്രശ്നത്തിന് ശാശ്വത പരിഹാരത്തിനായി ജനപ്രതിനിധികളും ദേശീയപാത ടോൾ കമ്പനി അധികൃതർ എന്നിവരെയും ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിച്ചു. മാർച്ച് 15 മുമ്പ് ഇതിന് പരിഹാരം കാണും വിധം തുടർ നടപടികൾ സ്വീകരിക്കും. MP, MLA മാർ, ജില്ലാ കളക്ടർ, ദേശീയപാത ടോൾ കമ്പനി അധികൃതർ എന്നിവരടങ്ങുന്നതാണ് കമ്മിറ്റി. സൗജന്യ യാത്രയ്ക്ക് പുറമെ 4 ചക്രങ്ങളുള്ള വെള്ളിമൂങ്ങ ഓട്ടോകൾക്കും സ്കൂൾ വാഹനങ്ങൾക്കും സൗജന്യം അനുവദിക്കാനും നിർദ്ദേശിച്ചു. കഴിഞ്ഞ ജനുവരി 5 ചേർന്ന സർവകക്ഷി യോഗത്തിൽ 5 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് സൗജന്യം അനുവദിക്കുകയുള്ളൂ എന്ന ടോൾ കമ്പനിയുടെ നിലപാട് ആവർത്തിക്കുകയായിരുന്നു. 10 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് സൗജന്യം അനുവദിക്കണമെന്ന സർവകക്ഷി യോഗത്തിൽ ആവശ്യമുയർന്നെങ്കിലും അത് അംഗീകരിക്കാൻ ടോൾ കമ്പനി അധികൃതർ തയ്യാറായില്ല. ഇതിനെ തുടർന്നാണ് പ്രശ്നപരിഹാരത്തിനായി സബ് കമ്മിറ്റിയെ നിശ്ചയിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കുമെന്ന കരാർ കമ്പനി അധികൃതർ അറിയിച്ചെങ്കിലും PP സുമോദ് MLAയുടെ ഇടപെടലിനെ തുടർന്ന് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. വടക്കഞ്ചേരി EMS കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന യോഗത്തിൽ PP സുമോദ് MLA അധ്യക്ഷനായി. K. രാധാകൃഷ്ണൻ MP, KD പ്രസന്നൻ MLA, ജില്ലാ കളക്ടർ പ്രിയങ്ക, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗം KN സുകുമാരൻ, ഏരിയ സെക്രട്ടറി T. കണ്ണൻ, ദേശീയപാത അതോറിറ്റി ടെക്നിക്കൽ മാനേജർ ബിജുകുമാർ, ടോൾ കമ്പനി മാനേജർ മുകുന്ദൻ, ആലത്തൂർ DYSP N. മുരളീധരൻ, വടക്കഞ്ചേരി CI KP ബെന്നി, വടക്കഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VJ ഉസ്നാർ, വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.